എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരുപാട് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലാണ് എൻ്റെ. പക്ഷെ എന്നിരുന്നാലും എനിക്ക് ആ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. കാരണം എന്നെ അറിയാത്ത ഒരു കൂട്ടം ആൾക്കാരാണ് കൂടുതലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെ എന്നെ അറിയാത്തവർ എൻ്റെ വീഡിയോസ് കണ്ടതിന് ഇഷ്ടപ്പെട്ട് അത് സബ്സ്ക്രൈബ് ചെയ്തു എന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം കീപ് സപ്പോർട്ടിങ് ലൈക്ക് ദിസ്. പുതിയതായിട്ടാണ് ആരെങ്കിലും വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ട് അതൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അയ്യോ, ഒരു മാസമായിട്ട് ഇപ്പോൾ യൂട്യൂബ് തുറന്നാലും പ്രത്യേകിച്ച് സ്ത്രീകളുടെ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഇഷ്യൂ ആണ് ഒലീവിയ ഡിസൈൻസ് അല്ലേ. ഞാൻ കുറേ ദിവസമായിട്ട് ഇതിൻ്റെ വീഡിയോ ആക്ച്വലി ഈ ഒരു വിഷയം തുടങ്ങിയപ്പോഴാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ ഇട്ടത്. ഈ ഹാർഡ് ഡിസൈൻസ് എന്ന് പറയുന്ന ഓൺലൈൻ ബൊട്ടിക്കിന്ന് എനിക്കുണ്ടായ ഒരു ചെറിയ അനുഭവം ഞാൻ ഇട്ടത് ഈ ഒരു ഇഷ്യൂ തുടങ്ങിയ ആ ഒരു സമയത്താണ്. പക്ഷെ അന്നും ഞാൻ വിചാരിച്ചില്ല ഇത് ഇത്രയും വലിയൊരു ഇഷ്യൂ ആയിട്ട് മാറും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. നമുക്കറിയാലോ അല്ലെ, നമ്മുടെ ഒരു 2020 ശേഷമാണ് ഈ പാഴ്സലുകൾ അല്ലെങ്കിൽ ഈ ഓൺലൈൻ പർച്ചേസിന് ഇത്രയും ഒരു ഡിമാൻഡ് വരുന്നത്. കൊറോണ കഴിഞ്ഞൊരു സമയത്താണ് ഒരുപാട് ഓൺലൈൻ ബൊട്ടിക്കുകൾ പൊട്ടിമുളയ്ക്കുന്നത്. ബുട്ടിക്കുകൾ മാത്രമല്ല, എല്ലാ സാധനങ്ങളും നമുക്ക് ഓൺലൈൻ കിട്ടും അല്ലെ. നമുക്കറിയാം ഫോട്ടോഗ്രാഫ്സിന്റെ ഫ്രെയിംസ് അല്ലാതെ ഒരുപാട് സാധനങ്ങൾ, നമുക്ക് വെറൈറ്റി ഓഫ് സാധനങ്ങൾ നമുക്കിപ്പം ഒരുപാട് ഓൺലൈൻ ബൊട്ടിക്കുകളും ഒരുപാട് ഓൺലൈൻ സ്റ്റോഴ്സും ഒക്കെ അവൈലബിൾ ആണ്. അപ്പം ഇത്രയും സുലഭമായിട്ട് സാധനങ്ങൾ കിട്ടുന്ന ആ ഒരു സ്ഥലത്ത് ഒരു കോമ്പറ്റീഷനിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അല്ലേ. നമുക്കൊരു 3-4 പേരുള്ള ഇന്റർവ്യൂവിന് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് അത്രയും ടെൻഷൻ കാണത്തില്ല. കാരണം 4 പേരെ നമ്മൾ ബാക്കി 3 പേരെ നമ്മൾ തോൽപ്പിച്ചാൽ മതി. പക്ഷെ ഒരു 3 വേക്കൻസി ഉള്ളിടത്ത് ഒരു 1000 പേര് ഇന്റർവ്യൂവിന് വരുമ്പോൾ ബാക്കി 997 പേരെയും തോൽപ്പിച്ചാലേ നമുക്ക് ആ 3 സ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് എത്താൻ പറ്റുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും എല്ലാ ഓൺലൈൻ ബൊട്ടിക്കുകാരും എങ്ങനെ അവർക്ക് ബിസിനസ് കൂട്ടാം, അത് ഏത് രീതിയിൽ കൂട്ടാം എന്ന് വിചാരിച്ച് തന്നെയാണ് ഓരോ കാര്യങ്ങളും അവരുടെ ബൊട്ടിക്കിൽ പുതിയതായിട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ സാധാരണമായിട്ട് പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്തല്ല, ഞാനൊക്കെ കോളേജിൽ പഠിക്കുമ്പോഴും നമ്മൾ ഡ്രസ്സുകൾ എടുക്കുന്നത്, ഞാനൊക്കെ ഡ്രസ്സുകൾ എടുത്തിരുന്നത് കൂടുതലും ഒന്നെങ്കിൽ ഓണത്തിന് അല്ലെങ്കിൽ ബർത്ത്ഡേക്ക് ഒരു ഡ്രസ്സ് എടുക്കും, ഓണത്തിനൊരു ഡ്രസ്സ് കിട്ടും. പിന്നെ ഞാനൊക്കെ ഈ കോളേജ് ഓപ്പണിംഗ് സമയത്ത് ഒരു കുറച്ച് ഡ്രസ്സ് എടുക്കും, ഒരു 4-5 ജോഡി ഡ്രസ്സ് എടുക്കും. അതാണ് ആ വർഷം മൊത്തം കോളേജിൽ നമ്മൾ ഇട്ടുകൊണ്ട് പോകുന്നത്. ആൻഡ് എന്തെങ്കിലും ഒരു അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു വെഡ്ഡിങ് ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവർ നമുക്ക് എടുത്തു തരും ഡ്രസ്സ്, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ എടുത്ത് തരാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി ഡ്രസ്സ് എടുക്കും. നമ്മുടെ അത്രയും അടുത്തുള്ള ഒരാളുടെ കല്യാണമാണെങ്കിൽ നമ്മൾ പോയി ഡ്രസ്സ് എടുക്കും. ഇതാണ് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ ഡ്രസ്സ് എടുത്തുകൊണ്ടിരുന്നത് അങ്ങനെയാണ്. അപ്പം ഡ്രസ്സ് എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരുങ്ങി നടന്ന്, ഇപ്പോഴത്തെ പോലെ വണ്ടികൾ ഒന്നും 2 വീലേഴ്സ് ഒന്നും അത്രയും സുലഭമല്ല. എല്ലായിടത്തും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്രയും സുലഭമല്ല. നമ്മൾ നടന്ന് വന്ന് ഒരു കടയിൽ കയറി, നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത കടയിൽ കയറി, അങ്ങനെ നമ്മുടെ ടൗണിലുള്ള എല്ലാ കടയിലും കയറി ഇറങ്ങി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം നമുക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല. ആ ഒരു 10 കടയാണ് ഹരിപ്പാട് ഉള്ളതെന്നുണ്ടെങ്കിൽ ആ 10 കടയിൽ, ഞാൻ ഹരിപ്പാടുകാരിയാണ്, എൻ്റെ വീട് ഹരിപ്പാടാണ്. അപ്പം ഹരിപ്പാട് ആ 10 കടയാണ് ഉള്ളതെങ്കിൽ ആ 10 കടയിൽ നിന്ന് ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് നമ്മൾ എടുത്തിരിക്കണം. കാരണം പിന്നെ നമുക്കുള്ളത്, നല്ലൊരു കടയിൽ നിന്ന് നമുക്കുള്ളത് ഒന്നെങ്കിൽ കായംകുളത്ത് പോകണം, അല്ലെങ്കിൽ ആലപ്പുഴയ്ക്ക് SM-ലോട്ടും മഹേശ്വരിലോട്ടും ഒക്കെ വരണം. അപ്പൊ ഇത്രയും ഒരു ബുദ്ധിമുട്ടാൻ കഴിയാത്തത് കൊണ്ട് ബസ്സൊക്കെ കയറി ഇവിടെ വന്ന് ഇവിടെയൊക്കെ നടന്ന് അലഞ്ഞ് തിരിഞ്ഞ് നടന്ന് ഡ്രസ്സ് എടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് കാരണം തീർച്ചയായിട്ടും നമ്മൾ ഹരിപ്പാടുള്ള ആ 10 കടയിൽ നിന്ന് ഏതെങ്കിലും ഒരു കടയിൽ, നമുക്ക് തോന്നുന്ന ഒരു കടയിൽ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഡ്രസ്സുള്ള ഒരു കടയിൽ കയറി നമ്മൾ ഡ്രസ്സ് എടുക്കും. അപ്പൊ ഇതാണ് എൻ്റെയൊക്കെ കൂടെ തന്നെ അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ ഒരുപാട് രീതിയിൽ കസ്റ്റമേഴ്സുമായിട്ട് ഇടപെടും. അപ്പം ഒലീവിയ ഡിസൈൻ, സത്യം ഞാൻ ഇവിടെ വന്നിരിക്കുന്ന ഒലീവിയ ഡിസൈൻസിന് കുറ്റം പറയാനൊന്നും അല്ല കേട്ടോ. ഞാൻ അവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട് 2 ടോപ്പുകൾ. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ ഓൺലൈൻ തുറന്നു കഴിഞ്ഞാൽ അവിടുന്ന് പണ്ട് പർച്ചേസ് ചെയ്തൊക്കെ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പം ഞാൻ ഓർത്ത് ഓക്കെ, എനിക്കും ഉണ്ടല്ലോ, ഞാൻ പറയുന്നത് മേടിച്ചിട്ടുണ്ട് 2 ടോപ്പ്, എൻ്റെ റിവ്യൂ ഇടാം എന്ന് കരുതിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം
ഞാൻ ഒലിവിയ ഡിസൈൻസിൽ നിന്ന് ഡ്രസ്സ് മേടിച്ചിട്ടുള്ളത് ഇപ്പോഴൊന്നും അല്ല കേട്ടോ. അതായത് 2 വർഷം എന്തോ കഴിഞ്ഞു ഞാൻ ഡ്രസ്സ് മേടിച്ചിട്ട്. അവർക്ക് അന്ന് ഈ ഫ്രീ ഷിപ്പിംഗ് ഒന്നുമില്ല, പ്ലസ് ഷിപ്പിംഗ് ആണ് അവരുടെ. അപ്പം 499 ടോപ്പാണെന്നുണ്ടെങ്കിൽ പ്ലസ് 60 റുപ്പീസ് നമ്മൾ ഷിപ്പിംഗ് കൊടുക്കണം. അന്നൊക്കെ പോസ്റ്റ് വഴിയാണ് ഇവരുടെ പാഴ്സൽ വന്നുകൊണ്ടിരുന്നത്. പോസ്റ്റ് വഴി ആകുമ്പോഴത്തെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വീട്ടിൽ കൊണ്ട് സാധനം കിട്ടും. നമ്മൾ വീട്ടിൽ കൊണ്ട് നമുക്ക് സാധനം തരും. അതാണ് ഏറ്റവും മെയിനായിട്ട് പോസ്റ്റിൻ്റെ ഒരു DKDC എന്തോ വഴിയാണ് അവർ സാധനങ്ങൾ അയക്കുന്നത്. അപ്പം ഞാൻ ഒലിവിയ ഡിസൈൻസിൽ നിന്ന് പർച്ചേസ് നിർത്തിയതിൻ്റെ ഒരു 3-4 കാരണങ്ങളുണ്ട്. അതിൽ മെയിനായിട്ടൊരു കാരണം എന്ന് പറയുന്നത്, ഇവരൊരു വെബ്സൈറ്റ് വഴിയല്ല ഓർഡർ ചെയ്തത്. ഇവർ സ്ക്രീനിൽ കുറച്ച് വാട്സപ്പ് നമ്പർ കാണിക്കും. നമ്മൾ ആ വാട്സപ്പ് നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് ഏത് ഡ്രസ്സ് ഏത് കളറാണോ വേണ്ടത് ആ വീഡിയോയ്ക്കകത്ത് ഉള്ളത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് അവർക്ക് മെസ്സേജ് ചെയ്യണം. മെസ്സേജ് ചെയ്യുമ്പോൾ അവർ സൈസ് ചോദിക്കും. നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ നമുക്ക് ട്രാക്കിംഗ് ഐഡിയ സഹിതം നമുക്ക് അയച്ചു തരും. ഇങ്ങനെയാണ് ഇവരുടെ ഓർഡറിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് നമുക്ക് ഞാൻ വർക്കിംഗ് ആണ്. അപ്പം ഇനി വർക്കിംഗ് ആകുമ്പം ചിലപ്പോൾ നമുക്ക് ഓഫീസിലിരുന്നൊന്നും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ വീഡിയോ കാണാനോ ഉള്ള സമയം നമുക്ക് കിട്ടത്തില്ല. അപ്പം അങ്ങനെ കിട്ടാതാവുമ്പം തീർച്ചയായിട്ടും നമ്മളൊന്ന് മടിക്കും. ആ സമയത്ത് നമുക്ക് വീഡിയോ കാണാനായിട്ട് നമുക്ക് പറ്റാതെ വരും. നമ്മളൊന്ന് മടിക്കുകയും ചെയ്യും. അതാണ് എൻ്റെ മെയിൻ റീസൺ ഒലിവിയയിൽ നിന്ന് ഡ്രസ്സ് നിർത്താൻ വേണ്ടിയിട്ട്. എനിക്ക് ക്വാളിറ്റി ഇഷ്യൂസ് ഒന്നും ഇതുവരെ ഒലിവിയ ഡിസൈൻസിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഞാൻ മേടിച്ച വിലയ്ക്കുള്ള വേർത്തായിട്ടുള്ള ഡ്രസ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ യൂസും ചെയ്തിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പം എന്താ പറയുന്നത്, എനിക്കിത് കിട്ടിയിട്ടുണ്ട്. ക്വാളിറ്റി ഇഷ്യൂസ് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പം ഒരു റീസൺ അതാണ്, എനിക്ക് സൈറ്റ് അല്ലാത്തതിൻ്റെ ഒരു ഇൻകൺവീനിയൻസ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, എല്ലാവരുടെയും ചോയ്സ് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. എല്ലാവരുടെയും ചോയ്സ് ഡിഫറെൻ്റ് ആണ്. എൻ്റെ ചോയ്സ് അല്ലായിരിക്കും വേറൊരാളുടെ ചോയ്സ്. ഇപ്പം നമ്മൾ ചില ഡ്രസ്സൊക്കെ ചിലർ ഇടുന്ന കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഷടാ ഇത് ഇവരെങ്ങനെ സെലക്ട് ചെയ്തു, ഇവർക്കിത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ, ഇത് ഇങ്ങനെ ഉള്ളതൊക്കെ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അവരുടെ ചോയ്സ് അതായിരിക്കും, അവർക്ക് ഇഷ്ടപ്പെട്ടത് അതായിരിക്കും. ചില ഡ്രസ്സുകളൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇതൊക്കെ എങ്ങനെ ഇവർ ഇട്ടുകൊണ്ട് നടക്കുന്നു, എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. അപ്പം അത് എൻ്റെ കാഴ്ചപ്പാടാണ് എനിക്ക് ഇഷ്ടപ്പെടാനില്ല, അവരുടെ കാഴ്ചപ്പാടെല്ലാം നല്ലതായിരിക്കും. എനിക്ക് ഒലിവിയ ഡിസൈൻസിൻ്റെ ടോപ്പുകളുടെ എൻ്റെ ചോയ്സിന് പറ്റിയ ടോപ്പുകളല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, അത് പലരുടെയും പല രീതിയിലുള്ള കാഴ്ചപ്പാടുകളായോണ്ടായിരിക്കാം, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായോണ്ടായിരിക്കാം. എനിക്ക് തോന്നിയിട്ടുണ്ട് കളർ ചാട്ടോ അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന ഡ്രസ്സുകളോ അത് എൻ്റെ ചോയ്സ് അല്ല, അല്ലെങ്കിൽ എൻ്റെ ചോയ്സിന് ഞാൻ ഇടുന്ന ടൈപ്പ് ഡ്രസ്സുകളല്ല എന്നെനിക്ക് തോന്നിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പിന്നെ സൈറ്റ് വീഡിയോസ് കാണാൻ നിർത്തിയത്. വീഡിയോസ് ഞാൻ കാണും ഇപ്പോഴും ഞാൻ പണ്ടും, അതായത് ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഇവരുടെ വീഡിയോസ് ഇട്ടുണ്ടെന്നതൊക്കെ ഞാൻ കാണുമായിരുന്നു. പക്ഷെ പർച്ചേസ് ചെയ്യാനായിട്ട് ഞാനത് കാണത്തില്ല. അല്ലാതെ നമ്മൾ എപ്പോഴെങ്കിലും സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇവരുടെ വീഡിയോസ് കാണുവാണെങ്കിൽ അത് കാണും. അപ്പം ഞാൻ എടുത്ത 2 ടോപ്പ് എന്താണ്, അതെങ്ങനെയാണ്, അതിൻ്റെ റിവ്യൂ എന്താണെന്നൊക്കെയാണ് ഞാൻ ടോപ്പുകൾ കാണിച്ചു തരാം. ഞാൻ എടുത്ത ടോപ്പ്, ഞാൻ ആദ്യം എടുത്ത ടോപ്പ് ഇതായിരുന്നു. ഇതൊരു അംബ്രല്ല കട്ടാനായിട്ടുള്ള വീഡിയോസുകളിലൊക്കെ ഞാൻ അങ്ങനെ തീർച്ചയായിട്ടും കോമ്പറ്റീഷൻ സ്റ്റാഫിനോടുള്ള പെരുമാറ്റം പിന്നെ ടാഗ് പോലെ ലെവലിൽ കിടക്കാത്ത പോലെ എനിക്ക് തോന്നി.